ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും. 12-ാം അധ്യായം. വൈദികരും കന്യാസ്ത്രീകളും. മരിയ, അരനൂറ്റാണ്ടുകാലത്തെ താങ്കളുടെ ഈ അനുഭവങ്ങൾ വിശ്വസിക്കുന്ന പുരോഹിതർ എത്ര പേരുണ്ട് എന്ന് താങ്കൾക്കറിയാമോ? 4-1 വൈദികർ മാത്രമേ ഇക്കാര്യങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ പുതിയ തലമുറയിലെ പുരോഹിതർ ഒരു വാക്കുപോലും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വളരെ ചെറിയ ഒരു ശതമാനം മാത്രം ഇത് വിശ്വസിക്കുന്നുള്ളൂ എന്ന് താങ്കൾ കരുതുന്നത്? ശുദ്ധീകരണാത്മാക്കൾ എന്നോട് പറഞ്ഞത്, സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം സഭയുടെ അവസ്ഥ ഇന്നത്തെ പോലെ ഇത്രയേറെ പരിതാപകരമായിരുന്നിട്ടില്ല. മതത്യാഗമെന്ന പാപം എല്ലായിടത്തുമുണ്ട്. ഇതിന് ഉത്തരവാദികളായി പറയുന്നത് വൈദികരാണെന്നാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്നതിനും ജനങ്ങളെ സുവിശേഷം പഠിപ്പിക്കുന്നതിനും പകരം മനഃശാസ്ത്രം പഠിക്കാൻ ഓടുന്നു, പൊതുജനത്തോട് പ്രസംഗിക്കാൻ പരിശീലിക്കുന്നു, കണക്കുകൾ ശരിയാക്കുന്നു, അങ്ങനെ പലതും വഴി ജനങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നു. ഇത്രയേറെ മതനിരപേക്ഷതയുള്ള സമൂഹത്തോടൊപ്പം എത്തിച്ചേരാൻ ശ്രമിക്കാതെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുക വഴി എങ്ങനെ അവരുടെ പക്കലെത്താമെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. യേശു ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തു കൊള്ളും എന്ന കാര്യം അവർ മറന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഇടവകയിൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുവെന്നും അവിടെ കുഴപ്പമുണ്ടാകുന്നില്ലെന്നും താങ്കൾക്ക് മനസ്സിലായിട്ടില്ലേ? ബൈബിളിൽ ഇക്കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ താങ്കളുടെയും മറ്റു ചിലരുടെയും ഇമ്മാതിരി അനുഭവങ്ങൾ സത്യമാകാൻ വഴിയില്ല എന്ന് ചില വൈദികർ പറയുന്നതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ബൈബിളിൽ വ്യക്തമായി പറയാത്ത പല കാര്യങ്ങളും അനുവദിക്കുവാൻ ദൈവത്തിന് കഴിയും. താങ്കളുടെ പേരോ ആ കാണുന്ന പർവ്വതത്തിന്റെ പേരോ ബൈബിളിൽ ഇല്ല എന്ന കാരണത്താൽ താങ്കളെ ദൈവം നിത്യമായി സ്നേഹിക്കുന്നില്ല, താങ്കളുടെ ആത്മാവിനെ ഈ പ്രപഞ്ചത്തെക്കാൾ വിലയേറിയതായി കരുതുന്നില്ല, അവിടുത്തെ സൃഷ്ടിയിൽ ആ പർവ്വതം ഇല്ല എന്ന് പറയുവാനാകുമോ? സഭയിലെ പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ജപമാല, തിരുഹൃദയ ഭക്തി, വെന്തിങ്ങ, ഇങ്ങനെ പലതും ബൈബിളിൽ ഇല്ലാതെ സ്വകാര്യ വെളിപാടുകളിലൂടെ നിലവിൽ വന്നവയാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലുടനീളം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചനകളുണ്ട്. മനുഷ്യർക്കിടയിൽ സ്നേഹം ഇല്ലാതാക്കുന്നത് എന്തും അത് മരണമടഞ്ഞവരുൾപ്പെടെ ദൈവത്തിൽ നിന്നുള്ളതല്ല. നേരെ ഈശോയുടെ അടുത്ത് പോകാതെ എന്തിന് പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കണമെന്ന് പലരും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നവർക്കിടയിൽ വൈദികരും കന്യാസ്ത്രീകളുമുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? ഈ ഭൂമിയിലെ ജീവിതകാലത്ത് പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. മറ്റാരുടെയെങ്കിലും നല്ല ജീവിത മാതൃക കണ്ട് സ്വർഗത്തിലെത്തി യേശുവിൽ ചേരാനുള്ള അനേകം വഴികൾ നാം പഠിക്കുമെങ്കിൽ അങ്ങനെയുള്ളവരുടെ സഹായം നാം സ്വീകരിക്കാതിരിക്കുന്നതെന്തിന്? മാതാവിനെയും വിശുദ്ധരെയും പുറത്താക്കുക വഴി മറ്റു പല സഭാവിഭാഗങ്ങളും ഒന്നും നേടിയിട്ടില്ലെന്ന് മാത്രമല്ല, സർവേശ്വരന്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാനുള്ളവരെ നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. സ്വന്തം സഹജീവികളെ ശ്രവിക്കാത്ത, സഹായിക്കാത്ത മനുഷ്യർ ജീവിക്കാൻ അർഹരല്ല. നേരെ യേശുവിനോട് പറഞ്ഞുകൊള്ളാം എന്നതിൽ അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കുട്ടി അവന്റെ മാതാപിതാക്കളോടും മാതൃപിതൃ സഹോദരന്മാരോടും സഹോദരപുത്രന്മാരോടും ബന്ധുക്കളോടും കൂടി വളരുന്നത് പോലെ ഒരു ക്രിസ്ത്യാനി വന്ന് തനിക്ക് ചുറ്റുമുള്ളവരുടേതിനേക്കാൾ തനിക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധരായ വ്യക്തികളുടെ രേഖപ്പെടുത്തപ്പെട്ട ജീവിതശൈലിയും മറ്റും പഠിക്കുകയും അവരുടെ സഹായം സ്വീകരിക്കുകയും ചെയ്തു വേണം ആത്മീയമായി വളരുവാൻ. പരിശുദ്ധ അമ്മയുടെ ആവശ്യം ഇല്ല എന്ന് പറയുവാൻ ധൈര്യപ്പെടുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കുരിശിലെ അവസാന നിമിഷത്തിൽ യേശു തന്റെ മാതാവിനോടും യോഹന്നാൻ ശ്ലീഹയോടും പറഞ്ഞത് എന്തായിരുന്നു? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, മകനെ, ഇതാ നിന്റെ അമ്മ. നാം മാതാവിനെ, യേശുവിനെ ഉദരത്തിൽ വഹിക്കുകയും വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത തന്റെ അമ്മയെ അവഗണിച്ച് നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് സന്തോഷിക്കുമോ? അവിടുന്ന് ഓരോ മനുഷ്യനും വേണ്ടി
മരണം കൈവരിച്ച സമയം ഉരുവിട്ട വാക്കുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ അവിടുത്തെ അറിയുന്നുവെന്ന് പറയുന്നതിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അവർ മാതാവിനെതിരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കഠിനമായ ദുഃഖം അനുഭവപ്പെടുന്നു. അപ്പോൾ യേശു ഇക്കാര്യത്തിൽ എത്രയേറെ ദുഃഖിക്കുമെന്ന് അനുമാനിക്കുക. പക്ഷെ പരിശുദ്ധ അമ്മ ലോകമൊട്ടാകെ വളരെ ശക്തമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്തിന്റെ ഓരോ മൂലയിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ അനേകം വ്യക്തികളെ തന്റെ പുത്രനിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാലത്തെ വൈദികരെക്കുറിച്ചും അവരുടെ പൊതുജന മധ്യത്തിലെ പെരുമാറ്റത്തെക്കുറിച്ചും ശുദ്ധീകരണാത്മാക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ ലോഹ ധരിക്കാത്തത് തീരെ ശരിയല്ല എന്നാണ് അവർ പറഞ്ഞത്. കന്യാസ്ത്രീകളെക്കുറിച്ചും ഇതുതന്നെ പറഞ്ഞു. പൊതുജനം ഇവരോട് കാണിക്കേണ്ട ആവശ്യം ബഹുമാനം ഇതുവഴി ഇല്ലാതാക്കുന്നു. അവർ എല്ലാവരെ പോലെയും ആയിരിക്കാമെന്നല്ല, ഈശോയെ സേവിക്കാം എന്നാണല്ലോ പ്രതിജ്ഞയെടുക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് പുരോഹിതരുണ്ടോ? ഉണ്ടെങ്കിൽ പൊതുവായി എന്തു കാരണം കൊണ്ടാണ്? ഉണ്ട്, വളരെയധികം പുരോഹിതർ അവിടെയുണ്ട്. കൃത്യമായി ഇത്ര ശതമാനം അല്ലെങ്കിൽ പ്രത്യേകമായി ഇന്ന പാപം മൂലം എന്ന് എനിക്ക് പറയുവാൻ കഴിയുകയില്ലെങ്കിലും പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് പരിശുദ്ധ പിതാവിനോട് അനുസരണമില്ലായ്മ, പരിശുദ്ധ കുർബാനയോട് സ്നേഹമില്ലായ്മ, പ്രാർത്ഥനയോടും ഉപവാസത്തോടും താൽപര്യമില്ലായ്മ, അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലായിക, കൈകളിൽ പരിശുദ്ധ കുർബാന സ്വീകരണം എന്നീ തെറ്റുകളാണ്. കൈകളിൽ പരിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ വളരെയുണ്ടെന്ന് എന്നെക്കാളും നന്നായി താങ്കൾക്കറിയാമല്ലോ. പൊതുജനങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ കഥയും അറിഞ്ഞുകൂടാ. അത് അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. സഭയുടെ ചട്ടങ്ങൾ അനുശാസിക്കുന്നത് വിശുദ്ധ സ്ഥലത്തോട് അടുത്ത് അഴികളിട്ട ഒരു ഭാഗം ഉണ്ടായിരിക്കണമെന്നും അവിടെ മുട്ടുകുത്തി നിന്ന് നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകണമെന്നുമാണ്. ഇത് പോൾ 6 പാപ്പായുടെ വാക്കുകളാണ്. ഇത് അനുസരിക്കാത്തവർ അനുസരണക്കേടാണ് കാണിക്കുന്നത്. ശുദ്ധീകരണാത്മാക്കൾ പറഞ്ഞത് ഒരു പാപ്പ പോലും കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനെ വ്യക്തിപരമായി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് വളരെ തന്ത്രപൂർവം ചില കർദിനാളന്മാരും മെത്രാന്മാരും അടങ്ങുന്ന ഒരു വിഭാഗം അടിച്ചേൽപ്പിച്ചതാണ്. പഴയ കാലത്തെ പല മെത്രാന്മാർക്കും വൈദികർക്കും ഇക്കാര്യമറിയാം. പക്ഷെ അവർ ഇത് ജനത്തെ അറിയിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിലുള്ള ചുമതല വളരെ വലുതാണ്. അതിവിശുദ്ധമായ ദിവ്യകാരുണ്യം കൈകളിൽ നൽകുന്നത് ബഹുമാനക്കുറവാണെന്ന് എല്ലാ പാപ്പമാർക്കും അറിയാമായിരുന്നു. ഇപ്പോഴത്തെ പാപ്പ, അതായത് ജോൺ പോൾ 2 ഒരിക്കലും ദിവ്യകാരുണ്യം കൈകളിൽ നൽകാറില്ല. തീർച്ചയായും ഇത്തരം ഒരു സാഹചര്യത്തിൽ കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ തെറ്റല്ല ചെയ്യുന്നത്. പക്ഷേ അവർ പാപ്പ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് വളരെയേറെ ദൈവദൂഷണത്തിന് കാരണമാകുന്നുമുണ്ട്. ദേവാലയങ്ങളിൽ നിന്ന് വളരെയേറെ വില കൊടുത്ത് മന്ത്രവാദികൾ വാഴ്ത്തപ്പെട്ട ഓസ്തികൾ ശേഖരിച്ച് യേശുവിനെ ഉപദ്രവിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിവിശുദ്ധ വസ്തുക്കൾ വളരെ എളുപ്പം കരസ്ഥമാക്കാൻ അവർക്ക് കഴിയാതെ ശ്രദ്ധിക്കണം. ഇതു വളരെ ഗൗരവതരമായ കാര്യമാണ്. പുരോഹിതർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുവാൻ ആരംഭിച്ചാൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ എളുപ്പത്തിലും തുടർച്ചയായും അവർക്ക് തെറ്റുപറ്റുകയില്ല. പ്രായവും പക്വതയുമുള്ള മെത്രാന്മാരും വൈദികരും അവരുടെ 40 മേൽ പ്രായമുള്ള ഇടവക ജനത്തോട് മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണോ ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചാൽ അവരുടെ സഹോദരീ സഹോദരന്മാരുടെ നേർക്കുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയും അവരത് ആഗ്രഹിക്കുന്നുവെന്ന്. 2 തലമുറ മുൻപ് ഇപ്പോഴത്തേതിനേക്കാൾ അധികം ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് സത്യം. വിനയത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങിപ്പോകുകയാണെങ്കിൽ യുവതലമുറ പരിശുദ്ധനായവന്റെ മുൻപിൽ വിനയത്തോടും അനുതാപത്തോടും കൂടി നിൽക്കുന്നതിന്റെ വില വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. മുട്ടുകുത്തി നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ദിവ്യകാരുണ്യ സ്വീകരണം നിഷേധിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണ വേളകളിൽ അവരുടെ മാതാപിതാക്കളും മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുന്നു. ഇതെല്ലാം സാത്താന്റെ പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയേറെ ഖേദിക്കുന്നുമുണ്ട്. സഹോദര സ്നേഹം മൂലം ജനക്കൂട്ടത്തിനിടയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിലർ പറയുമ്പോൾ സഹോദര സ്നേഹവും നമുക്ക് പരമപരിശുദ്ധനായവനോടുള്ള ബഹുമാന ആദരവും
തികച്ചും വ്യത്യസ്തമാണെന്നും ഈ അനാവശ്യ സ്വാതന്ത്ര്യം ദൈവത്തിൽ നിന്നല്ല എന്നും മനസ്സിലാക്കണം. ഞാൻ ഓർക്കുന്നു, ഇക്കാര്യം ജർമ്മൻ മെത്രാന്മാർ പാപ്പായെക്കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിക്കുവാൻ പങ്കുചേർന്നപ്പോൾ അമേരിക്കൻ മെത്രാന്മാർ ഇത് തീർത്തും അനുകൂലിച്ചില്ല. കാരണം ഇത് പാപ്പായുടെ ഇഷ്ടത്തിനെതിരാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എന്തു സംഭവിച്ചെന്ന് കാണുക. ഇതൊന്നും മനസാക്ഷിക്ക് ചേർന്നതല്ലാത്തതാകയാൽ എത്രയോ വൈദികരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഞാൻ മൂണിക്കിൽ കൈകളിൽ ദിവ്യകാരുണ്യം നൽകുന്നതിനെപ്പറ്റി ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കൗതുകകരമായ ഒരു കാര്യം സംഭവിച്ചു. സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഏതാണ്ട് വളരെ കുറച്ചുപേരെ ഇക്കാര്യം ശ്രദ്ധയോടെ ആവേശത്തോടെ ശ്രവിക്കുന്നുള്ളുവെന്നും മനസ്സിലാക്കി. 3 വ്യക്തികൾ ഞാൻ പറയുന്ന വിഷയം കൃത്യസമയത്ത് തന്നെ തടസ്സപ്പെടുത്തുവാൻ ആരംഭിച്ചു. നിശബ്ദയായി ഞാൻ ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ഹാളിലാകെ ശബ്ദകോലാഹലം നിറഞ്ഞ ആ സമയത്ത് ഏതാണ്ട് 40 വയസ്സുള്ള കറുപ്പു വസ്ത്രമണിഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് സൗമ്യതയോടെ എന്നാൽ അധികാരത്തോടെ സംസാരിക്കുകയും അന്തരീക്ഷമാകെ ശാന്തമാവുകയും ചെയ്തു. അവരുടെ ജ്ഞാനവും സ്നേഹത്തോടെയുള്ള സംസാരവും എന്നെ വളരെയേറെ സ്വാധീനിച്ചു. പ്രഭാഷണം അവസാനിച്ചപ്പോൾ അവരെ കാണുവാനും ചെയ്ത സഹായത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാനും ഞാൻ സംഘാടകരെ സമീപിച്ചു. ഞാൻ കരുതിയത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച സംഘടനയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അവർ എന്നാണ്. സംഘാടകർ കരുതിയത് അവർ എന്നോടൊപ്പം വന്ന എന്റെ സുഹൃത്തുമായിരിക്കാം എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും തെറ്റിപ്പോയി. ക്ഷണിക്കപ്പെട്ട ഏതാനും പേർക്ക് വേണ്ടിയുള്ള പ്രഭാഷണമായിരുന്നതിനാൽ മുൻവാതിലിൽ നിന്നിരുന്നവരോട് ചോദിച്ചു, ആരെങ്കിലും ആ വഴി ഇറങ്ങിപ്പോയോ എന്ന്. അവർ പ്രഭാഷണം നടക്കുന്ന സമയം മുഴുവൻ അവിടെയുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെയൊരു സ്ത്രീ ആ വാതിലുകളിലൂടെ ഒന്ന് അകത്തു കയറുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. അവിടെ മറ്റു വാതിലുകളുമില്ല. അപ്പോഴേക്കും ആ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു. അതൊരു ശുദ്ധീകരണാത്മാവ് ആയിരുന്നുവോ? മിക്കവാറും അതെ. ഞങ്ങളിൽ ചിലർ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ത്യ അത്താഴവേളയിൽ യേശു അപ്പം മുറിച്ച് ശിഷ്യന്മാരുടെ കൈകളിലാണ് നൽകിയത്. അതുകൊണ്ട് ഇക്കാലത്തും പുരോഹിതർ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിലർ പറയുന്നു. ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് സത്യമല്ല. എമരിച്ച് അന്ന കാദ്രൈനും തെരേസ ന്യൂമാനും വിഖ്യാതരായ 2 ജർമ്മൻ മിസ്റ്റിക്കുകളായിരുന്നു. ഇരുവർക്കും അന്ത്യ അത്താഴവേള കാണുവാനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുണ്ടായി. ഇരുവട്ടവും വാഴ്ത്തപ്പെട്ട അപ്പം യേശു തന്റെ അപ്പൊസ്തലന്മാരുടെ വായിൽ വച്ചു കൊടുക്കുന്നതായിട്ടാണ് അവർ ദർശിച്ചത്. ദയവായി ഇത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഞാൻ മാത്രമല്ല ഇക്കാര്യം പറയുന്നത്. ഈ വിഷയവും ഇതോടനുബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും സഭയുടെ ഉന്നത തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ എത്രയേറെ അലങ്കോലപ്പെട്ടുവെന്ന് കരുതിയാലും യേശു ഇതിനെയെല്ലാം അതിജീവിക്കുമെന്ന് എനിക്കറിയാം. എമരിച്ച് അന്ന കാദ്രൈന്റെ വ്യക്തിപരമായി ലഭിച്ച വെളിപാടിനെക്കുറിച്ച് താങ്കൾ എന്തു പറയുന്നുവെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു. ശരി തന്നെ. ഓരോ പ്രാവശ്യവും സ്വകാര്യ വെളിപാടുകളിലൂടെയാണ് ദൈവം ഓരോ കാര്യങ്ങളും ഉറപ്പിക്കുന്നതും വ്യക്തമാക്കുന്നതും. ചരിത്രത്തിലെ പ്രസിദ്ധമായ ഇത്തരം സംഭവങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഇതിന്റെയെല്ലാം പരിണിത ഫലങ്ങൾ വളരെയേറെ പേരുടെ മാനസാന്തരം ആയിരുന്നുവെന്ന്. ലൂർദ്, ഫാത്തിമ അല്ലെങ്കിൽ തെരേസ ന്യൂമാനെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 15 വർഷത്തിനകം കോടിക്കണക്കിന് വ്യക്തികളുടെ മാനസാന്തരത്തിന് കാരണമായ സംഭവങ്ങൾ നടന്ന യൂറോപ്പിലെ ഏറ്റവും അസ്ഥിര ബുദ്ധികളായവരുടെ ആ ചെറിയ അപ്രശസ്ത ഗ്രാമം, അതെ, മെജുഗോറെ തന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതെ, ഞാൻ വീണ്ടും മെജുഗോറയിലെ മറ്റൊരു വീക്ഷണം, കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനെപ്പറ്റി ഓർത്തുപോവുകയാണ്. ഉവ്, അതെന്തൊക്കെയാണെന്ന് പറയൂ മരിയ. താങ്കൾ മനസ്സിലാക്കിയ വിവിധ വീക്ഷണങ്ങളിലൂടെ ശരിയായ ഒരു ഉത്തരം ഇക്കാര്യത്തിൽ ലഭിക്കുവാൻ അനേകം നല്ല വ്യക്തികൾ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ ഷിയോ, ഗരബന്താൾ, മെഡ്ജുഗോറെ മുതലായ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾക്കു വെളിയിലാണ് അവൾ വന്നു നിന്നത്. ഉദാഹരണത്തിന് മെഡ്ജുഗോറയിലെ 2 പർവ്വതങ്ങളിൽ ഓരോന്നിലും മാറി മാറിയാണ് അവൾ പ്രത്യക്ഷയായത്. ഈ ദർശനങ്ങളുടെ സമയത്ത് ശീതകാലത്ത് എവിടെയൊക്കെയോ നിന്ന് കുറച്ചു പേരും ഏതാണ്ട് 5000 പേർ നല്ല കാലാവസ്ഥയുള്ള തിരുനാൾ ദിനങ്ങളിലും വന്നു ചേരുന്നു. മുള്ളുകൾക്കിടയിലും ചെളിയിലും
കൂർത്ത പാറകൾക്കിടയിലും ജനം തിങ്ങിക്കൂടുന്നു. മുട്ടുകുത്തി നിന്ന് മുട്ടുകൾ മുറിയുന്നു. ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അത് അങ്ങനെ തന്നെ വേണം. കാരണം പരിശുദ്ധ അമ്മ അവരോടൊത്തുള്ള സമയമാണത്. പക്ഷേ ദൈവാലയത്തിൽ ഇതിന് 2-3 മണിക്കൂർ മുൻപ് യേശുവിനെ തന്നെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുമ്പോൾ സകലരും പ്രബുദ്ധരായ പട്ടാളക്കാരെ പോലെ നെഞ്ചുവിരിച്ച് നിൽക്കുന്നു. ഇതാണോ പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അവളുടെ മുൻപിൽ മുട്ടുകുത്തുകയും അവളുടെ ദിവ്യസുതന്റെ മുൻപിൽ അങ്ങനെ ചെയ്യാതിരിക്കുകയും? ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ദയവായി കേൾക്കൂ. നല്ല മനുഷ്യർ അവരുടെ സ്വന്തം മനസാക്ഷി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടാവരുത്. അതെ, ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സ്ഥിരീകരണം തരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൈകൾ കൊണ്ട് ദിവ്യകാരുണ്യം നൽകിയത് മൂലം കറുത്തുപോയ കരങ്ങളെക്കുറിച്ചെന്ന പോലെ ഞെട്ടിപ്പിക്കുന്നതൊന്നുമല്ലെങ്കിലും മറ്റേതൊരു കഥയേക്കാളും കൗതുകകരമെന്നതിനേക്കാൾ പല സത്യങ്ങളും ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഇതൊന്നും ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന, വളരെയധികം പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുടെ അനുഭവം ഞാൻ പറയാം. അവൾ ഈശോയോട് തന്നെ വ്യക്തിപരമായ ഒരു അടയാളം നൽകി ശരിയെന്തെന്ന് വ്യക്തമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന കേട്ട് ഈശോ അത് ചെയ്തു. അടുത്ത പ്രാവശ്യം പുരോഹിതനിൽ നിന്ന് കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ അത് അവളുടെ കൈകളിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഒഴുകിയൊഴുകി വായുവിൽ അപ്രത്യക്ഷമായി. ഈ ചെറിയ അത്ഭുതത്തിന് ഏതാനും ദൃക്സാക്ഷികളുമുണ്ടായിരുന്നു. മരിയ, താങ്കൾ പറയുന്നത് ബോധ്യമാകുന്നുണ്ട്. മദർ തെരേസ മുട്ടുകുത്തി നിന്ന് നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനാൽ അവരുടെ സമൂഹത്തിനകത്ത് ഈ രീതിയാണ് അനുവദിച്ചിരിക്കുന്നതും. സഭയുടെ വീക്ഷണത്തിൽ കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നത് ഒരു സഹിഷ്ണുതയോടുകൂടിയ നിലപാട് മാത്രമാണ്. അതല്ല യഥാർത്ഥത്തിൽ സഭ ആഗ്രഹിക്കുന്നത്. ഇത് താങ്കൾക്കറിയാമോ? ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് പുരോഹിതർ താങ്കളുടെ പക്കലേക്ക് വരുമ്പോൾ ആരാണ് അവരുടെ മോചനത്തിനായി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക? അവർക്ക് വേണ്ടി പുരോഹിതർ വേണ്ട പ്രാർത്ഥനകൾ അർപ്പിക്കണം. പിന്നെ വേണ്ടി വരുന്ന സഹായം ഞാൻ തന്നെ നൽകാനും തയ്യാറാണ്. ഒരു ദിവസം പുരോഹിതർക്ക് എത്ര പ്രാവശ്യം പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അനുവാദമുണ്ട്? ഒരു ദിവസം ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കണം. രണ്ടാമത്തെ കുർബാന സഭയുടെ നിയമമനുസരിച്ച് വിവാഹമോ മരണമോ ഉണ്ടെങ്കിൽ അർപ്പിക്കേണ്ടതാണ്. മറ്റൊരു വൈദികനെ ലഭിക്കാത്ത സാഹചര്യത്തിൽ, അസാധാരണമായ അവസ്ഥയിൽ വൈദികർ കൂടുതൽ ബലിയർപ്പിക്കേണ്ടി വരുന്നത് തീർച്ചയായും ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ ദൈവവിളിയും അടിസ്ഥാന ദൗത്യവും ബലിയർപ്പണം തന്നെയാണല്ലോ. ഇത് അവരുടെ ഏറ്റവും വലിയ ചുമതലയാണ്. ഇത് അവർ ദൈവത്തോട് ചെയ്ത വാഗ്ദാനത്തിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പൂർത്തീകരണവുമാണ്. കന്യാസ്ത്രീകളും ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടോ? ഉണ്ട്. അവർ പ്രധാനമായും അവിടെ ആയിരിക്കുന്നത് വിനയമില്ലായ്മ, അനുസരണക്കേട്, മിതത്വമില്ലായ്മ ഒക്കെ കൊണ്ടാണ്. അല്പകാലം മുൻപ് കഠിനമായ രോഗപീഠ അനുഭവിക്കുന്ന ഒരു വൈദികൻ എന്നോടൊപ്പമുണ്ടായിരുന്നു. വളരെ നീണ്ടൊരു കാലഘട്ടം അദ്ദേഹം ആശുപത്രികളിൽ മാറി മാറി കഴിഞ്ഞിരുന്നു. 3 വട്ടം ഏതാണ്ട് മരണത്തോട് അടുത്തെത്തിയിരുന്നു. ആ തീവ്രവ്യഥയുടെ നേരത്ത് വൈദികർ മഞ്ഞിൻ തുള്ളികൾ പോലെ നരകത്തിൽ പതിക്കുന്ന ഒരു ദർശനം അദ്ദേഹത്തിനു ലഭിച്ചു. ഭയചകിതനായ അദ്ദേഹം ആഴ്ചകളോളം കരഞ്ഞു കഴിച്ചുകൂട്ടി. ആ ദർശനമുളവാക്കിയ ഞെട്ടലിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വളരെ കാലം വേണ്ടിവന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം താങ്കളെ സന്ദർശിച്ചത്? വളരെ കാലമായി അദ്ദേഹത്തെപ്പറ്റി കുറെയൊക്കെ എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക അനുഭവത്തിനു ശേഷം ഞാൻ നൽകിയ സഹായത്തിന് നന്ദി പറയാനാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. അത് വെറുമൊരു മര്യാദ പ്രകടിപ്പിക്കുവാനുള്ള വരവായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായി തീർന്നു. ഏതെങ്കിലും വൈദികരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരുടെ മരണശേഷം അവരുടെ വ്യത്യസ്തവും അപകടശങ്കയുള്ളതുമായ ജീവിതശൈലി മൂലം ശിക്ഷിക്കപ്പെട്ടോ അതോ രക്ഷപ്പെട്ടുവോ എന്ന് അറിയുവാനായി താങ്കളെ സമീപിച്ചിട്ടുണ്ടോ? ഉവ്, കുറച്ചു കാലം മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിലെ അൽസാക്ക് എന്ന പ്രദേശത്തു നിന്ന് ഒരു ദമ്പതിമാർ അവർക്കറിയാമായിരുന്ന ഒരു വൈദികനു വേണ്ടി എന്നെ കാണാൻ വന്നു. അദ്ദേഹം വളരെ പ്രക്ഷുബ്ധനായി ഒരു സമയത്ത് ഈശോയുടെ തിരുഹൃദയ രൂപം തകർത്ത് ദേവാലയത്തിനു വെളിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു.
അത് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം അറിയാമായിരുന്ന ഇവർ രണ്ടുപേരും വളരെ ദുഃഖത്തോടെ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ അവസാനം എന്താണെന്ന് അവർക്കറിയേണ്ടിയിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും താഴത്തെ പടിയിൽ അഗാധതയിലാണെന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി. വൈദികർക്ക് ലോകപരിചയം കുറവാണെന്ന് പറയുന്നു. ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇക്കാലഘട്ടത്തിന്റെ അഹങ്കാരം നിറഞ്ഞ പ്രചാരണത്തിന്റെ ഒരു ഫലമായി ഞാനിത് കാണുന്നു. ഇത്തരം പ്രചാരണം നടത്തുന്നവരോട് പറയട്ടെ, വളരെ ലളിത മനസ്കരായ സാധാരണക്കാരേക്കാൾ ഈശോയെ ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് അഭ്യസ്തവിദ്യരായവർക്കാണ്. വൈദികർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവർക്ക് മനുഷ്യരുമായും ഭൂമിയുമായും ബന്ധം ഉണ്ടാവുകയില്ല. പ്രാർത്ഥന കുറഞ്ഞാൽ കൃപകൾ പരിമിതമാകും. എനിക്ക് തോന്നുന്നത് ഈ കുറ്റാരോപണം അബദ്ധധാരണകൾ കൊണ്ടുണ്ടായതാണെന്നാണ്. തീർച്ചയായും പ്രാർത്ഥന കുറയുന്നതിനെപ്പറ്റി വിമർശിക്കാം, അല്ല വിമർശിക്കണം. എന്നാൽ നമ്മോട് പൊരുത്തപ്പെടുന്നില്ല എന്ന് പറയരുത്. നാം എല്ലാവരും മനുഷ്യരെന്ന നിലയിൽ പാപാവസ്ഥകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മനഃശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് എടുത്തവരെ ശ്രവിച്ചാലും ഇതിന് മാറ്റമില്ലതാനും. എന്തൊക്കെയായാലും ഇപ്പോഴത്തെ വൈദികർ യേശുവിൽ നിന്ന് അകലെയാണെങ്കിലും മനുഷ്യരിൽ നിന്ന് അകലെയല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം താങ്കളുടെ പ്രാർത്ഥനയും കുർബാനയും സഹനവും വഴി എത്ര വൈദികരും മെത്രാന്മാരും സ്വർഗത്തിലേക്ക് മോചിതരായിട്ടുണ്ട് എന്ന് പറയുവാൻ കഴിയുമോ? കൃത്യമായി എനിക്ക് പറയുവാൻ കഴിയില്ലെങ്കിലും 40-നും 50-നും ഇടയിലാണ് അവരുടെ എണ്ണമെന്ന് ഉറപ്പാണ്. പരിശുദ്ധ കുർബാനയുടെ നവീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട എത്ര പേരാണ് ഈ 40-50 പേരിൽ ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടായിരുന്നത്? പരിശുദ്ധ കുർബാനയുടെ നവീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട എത്ര പേരാണ് ഈ 40-50 പേരിൽ ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടായിരുന്നത്? മിക്കവാറും എല്ലാവരും തന്നെ ദിവ്യകാരുണ്യം കൈകളിൽ നൽകാൻ ഉത്സാഹിച്ചവരാണ് അവരിൽ ഭൂരിപക്ഷവും. വളരെ കുറച്ചു വൈദികർ മാത്രമേ ഇക്കാലത്ത് താങ്കളുടെ ഈ സാക്ഷ്യം സ്വീകരിക്കുന്നുള്ളൂവെന്നത് അവരിൽ വളരെ ചെറിയൊരു വിഭാഗമേ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം തേടുന്നുള്ളൂവെന്നതിന് തെളിവല്ലേ? അത് സത്യമാണ്. വളരെ കുറച്ചു പേരെ ശുദ്ധീകരണ ആത്മാക്കളോട് സഹായം തേടുന്നുള്ളൂ. ഏതെങ്കിലും ഒരു വൈദികന് ശുദ്ധീകരണ ആത്മാക്കളിൽ നിന്നും സഹായം ലഭിച്ച ഒരു സന്ദർഭം താങ്കൾക്ക് പറയാനാകുമോ? തീർച്ചയായും കഴിയും. ഹംഗറിയിലെ ബുഡാപെസ്റ്റിന് സമീപമുള്ള ഒരു വൈദികൻ തന്റെ ദേവാലയം പുതുക്കി പണിയാനും ഒരു ചെറിയ ആശ്രമം കൂടി പണിയാനും ആഗ്രഹിച്ചു. സഹായ അഭ്യർത്ഥനയുമായി അദ്ദേഹം ആദ്യം സമീപിച്ചത് തന്റെ മെത്രാനെയായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മെത്രാനിൽ നിന്ന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ അനുവാദം ലഭിച്ചു. എന്നാൽ തന്റെ കൈവശം അതിനുള്ള പണമില്ലാത്തതിനാൽ ഈ പദ്ധതിക്ക് ആവശ്യമായ സഹായം ചെയ്യാനാവില്ല എന്നും പറഞ്ഞു. എന്നാൽ ഈ വൈദികൻ പരിശുദ്ധ അമ്മയോട് ശുദ്ധീകരണ ആത്മാക്കൾ വഴി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഇവിടെ വരികയും ഞാനും കൂടി അദ്ദേഹത്തിന്റെ ഇടവകയിൽ ചെന്ന് മറ്റുള്ളവരോടും ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഒരു വാരാന്ത്യത്തിൽ അറിഞ്ഞു അദ്ദേഹത്തിന് തന്റെ ദേവാലയത്തിന്റെയും ആശ്രമത്തിന്റെയും പണിക്കായി $1,00,000 ലഭിക്കുകയുണ്ടായി എന്ന്. ശുദ്ധീകരണ ആത്മാക്കൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അത് താറാവിന്റെ തൂവൽ പറിക്കും പോലെ എളുപ്പമായല്ലോ. അല്ലേ അല്ല, മരിയ ചിരിക്കുന്നു. അത്രയ്ക്ക് എളുപ്പമല്ല. പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുകയും ശുദ്ധീകരണ ആത്മാക്കളോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവം വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നു. ഇപ്പോൾ മിക്ക സെമിനാരികളും ആളില്ലാതെ ശൂന്യമായി കിടക്കുകയാണ്. മറ്റാരേക്കാളും താങ്കൾക്കറിയാമെന്ന് എനിക്കുറപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് എന്താണൊരു പ്രതിവിധി? പ്രാർത്ഥനാരൂപി, ത്യാഗം, പരിഹാരം ഇവയിലൂന്നി നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇതിന് പ്രതിവിധി. അപ്പോൾ തിരമാല പോലെ ജനം വന്നുകൂടും. ദൈവത്തെ സേവിക്കാനായി വിളിക്കപ്പെട്ടവർക്ക് പ്രാർത്ഥനയാണ് തങ്ങളുടെ പാത എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്യന്തികമായി എന്തിന് സെമിനാരികൾ വേണം? പ്രാർത്ഥനയിലേക്ക് തിരിച്ചെത്തിയാൽ സന്യാസാർത്ഥികളെ കൊണ്ട് നിരത്തുകൾ നിറയുകയും അൽമായരുടെ പൂശപ്പെടാത്ത കരങ്ങൾ വഴി ദിവ്യകാരുണ്യം നൽകപ്പെടുന്ന സ്ഥിതി ആവശ്യമില്ലാതായി തീരുകയും ചെയ്യും. സെമിനാരികൾക്കുള്ളിലെ ഈ മാറ്റം വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അതുവഴി സാത്താനെ അകലെ നിർത്തുവാൻ കഴിയുകയും ചെയ്യും. പരിശുദ്ധ അമ്മ വഴി ജനത്തെ ഈശോയിലേക്ക് നയിക്കുവാൻ കഴിയുമെന്ന്
താങ്കൾ ശക്തിയുക്തം സമർത്ഥിക്കുന്നുണ്ടല്ലോ. മരിയ ഭക്തരായ വൈദികരും താങ്കൾ പറയും പ്രകാരം പരിശുദ്ധ അമ്മയെ നിരാകരിക്കുന്ന നവീന വൈദികരും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെന്നും കരുതുന്നുണ്ടോ? തീർച്ചയായും. മരിയ ഭക്തനായ ഒരു വൈദികനെ വളരെ വേഗം എനിക്ക് തിരിച്ചറിയാനാകും. അവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ശാന്തരും വിനയശീലരും അനുതാപമുള്ളവരും മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവരും ആയിരിക്കും. വിനയാനിതരായ അവർ ശക്തരും അവരിലുള്ള കൃപയുടെ ഫലങ്ങൾ വ്യക്തമായും പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടാതെ പ്രവർത്തിക്കുന്ന വൈദികരെക്കാൾ മെച്ചപ്പെട്ടവരുമായിരിക്കും. ബ്രഹ്മചര്യം പാലിക്കുന്നതിൽ വളരെ ചെറിയ പിഴകളെ അവർക്ക് സംഭവിക്കുകയുള്ളൂ. മാത്രമല്ല, പരിശുദ്ധ അമ്മ കൂടെയുള്ളതിനാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. സാത്താന്റെ തലയെ തകർക്കാൻ നമ്മെ സഹായിക്കുന്നതും അവൾ തന്നെ. ഇത് വെറുമൊരു ഉപമയല്ല, സത്യം തന്നെയാണ് എന്ന് പറയട്ടെ. സാത്താൻ അവളിൽ നിന്നും അവളുടെ തനയരായ വൈദികരിൽ നിന്നും ഓടിയകലുന്നു. മരിയ ഭക്തരായ വൈദികരും അൽമായരുടെ മരിയൻ സൈന്യവും ഒരുമിച്ചു ചേർന്ന അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യവംശത്തെ രക്ഷിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ വിജയത്തോടുകൂടി സംഭവിക്കുകയും ചെയ്യും. ഇക്കാലഘട്ടത്തിൽ മരിയ ഭക്തനായൊരു പാപ്പായും മരിയ സൈന്യത്തിൽപ്പെട്ട വൈദികരും അൽമായരും ഒന്നുചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വിജയിപ്പിക്കും. പാപ്പായോടും മരിയൻ സൈന്യത്തോടും ഒത്തുചേരാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വിജയിപ്പിക്കാനുള്ള വഴി നാം എങ്ങനെ കണ്ടെത്താം? പ്രാർത്ഥിക്കാൻ ആരംഭിച്ചുകൊണ്ട്, മെഡ്ജുഗോറയിൽ നൽകപ്പെട്ട സന്ദേശങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് അവനവനെ തന്നെയും കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇത് സാധ്യമാകും.